പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അഫി ഡ്രസ്സ് മാറി വരുന്നുണ്ട്. മോനിത് എവിടെ പോവാ? കരുണാകരൻ ചോദിച്ചു. വീട്ടിലേക്ക് ചെന്നിട്ട് ദിവസം 5 ഇനിയും വൈകിയാൽ ശരിയാവില്ല. അവൻ പൂജാമുറിക്കകത്തേക്ക് തല എത്തിച്ച് നോക്കി. ലക്ഷ്മി വന്നില്ലേ മാമ? ഇല്ല മോനെ, എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. ഇനി സുഖമില്ലേ എന്തോ? അവൻ പെട്ടെന്ന് വാച്ചിലേക്കാണ് നോക്കിയത്. ഏയ്, ഇതല്ല. അഫി പുഞ്ചിരിയോടെ ലക്ഷ്മിയുടെ റൂമിന് നേർക്ക് നടന്നു. ദൈവമേ, അവിടം വരെ കാര്യങ്ങൾ എത്തിയോ? ഡേറ്റ് വരെ നോക്കി വെച്ചിരിക്കുന്നു. അയ്യേ, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങളെ. അയാൾ തലയിൽ തട്ടി. പുറം തിരിഞ്ഞു കിടക്കുന്നവളെ നോക്കി കുറച്ചു നേരം നിന്നു. മുടി ബൺ ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പിൻകഴുത്ത് നന്നായി കാണാം. കറുത്ത ബ്ലൗസിൽ അവളുടെ നിറം എടുത്തറിയാം. അവൻ പതിയെ വാതിൽ കുറ്റിയിട്ടു. ഉറക്കായോ? അങ്ങനെ നീ ഇപ്പോൾ ഉറങ്ങണ്ട. ശബ്ദമുണ്ടാക്കാതെ നടന്നു. അടുത്ത് കിടന്നിട്ടും ലക്ഷ്മി അറിഞ്ഞതേയില്ല. സാരിക്കിടയിലൂടെ നഗ്നമായ അണിവയറ്റിൽ അവൻ്റെ കൈ പതിച്ചതും അവൾ കണ്ണുകൾ തുറന്നു. മിണ്ടാതെ അങ്ങനെ കിടന്നു. അവളുടെ പിൻഭാഗത്ത് അവൻ്റെ നെഞ്ച് ചേർത്ത് വെച്ചു. ലക്ഷ്മി എഴുന്നേൽക്കാൻ തുടങ്ങി. എൻ്റെ സീത, എവിടെ പോവാ? തല ഉയർത്തി ചരിഞ്ഞു കിടക്കുന്നവളുടെ ഷോൾഡറിൽ താടിയൂന്നി ആ മുഖത്തേക്ക് നോക്കി. എന്തുപറ്റി? വയ്യായെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, സാറ് പോകാൻ നോക്ക്. എവിടെ പോകാൻ? പെട്ടെന്ന് കണ്ണുകൾ ചുളുക്കി അവൻ ചോദിച്ചു. വീട്ടിൽ. അഫിക്ക് അപ്പോഴാണ് കാര്യം എന്താന്ന് പിടികിട്ടിയത്. അവൻ ചിരിയോടെ ബെഡിൽ മലർന്നു കിടന്നതും അവൾ എഴുന്നേറ്റിരുന്നു. എങ്ങനെ അറിഞ്ഞു ലക്ഷ്മി? അത് സാറ് മാഡത്തിനോട് പറയുന്നത് കേട്ടു. കുറച്ച് ദിവസമായില്ലേ ഞാൻ വീട്ടിൽ പോയിട്ട്. ഇനിയും കാണാതായാൽ മമ്മ എന്നെ തേടി ഇവിടെ വരും. അവൻ എഴുന്നേറ്റ് അവളുടെ നഗ്നമായ പിൻകഴുത്തിൽ മുഖം അമർത്തി. ലക്ഷ്മി ഞെട്ടലോടെ മുന്നിലേക്ക് വളഞ്ഞു പോയി. എനിക്ക് പ്രണയിക്കാൻ ഒരു മോഹം. രാവണന് ഈ സീതയെ വേണം. അവൻ്റെ താഴ്ന്ന സ്വരം. അവൾ വിറച്ചു പോയി. ചുണ്ടുകൾ മുടിക്ക് താഴെ കഴുത്തിൽ ചേർത്ത് വെച്ചതും അവളൊന്ന് ഉയർന്നു. ബെഡിൽ കൈകൾ കുത്തി. താഴേക്ക് അവൻ്റെ ചുംബനം അരിച്ചിറങ്ങുന്നു. വലം കൈയിൽ നിന്ന് അവൻ്റെ ചൂണ്ടുവിരൽ മേലേക്ക് നുഴഞ്ഞു കയറിയതും ലക്ഷ്മി കണ്ണുകൾ അടച്ചു. സീത. ഇപ്പോ അവൻ അങ്ങനെ വിളിക്കാറ്. അവളെ തളർത്താൻ പാകമായ വിളി. പക്ഷേ ആ പേര് അവൾക്ക് ഇഷ്ടമാണ്. ഇതേവരെ ആരും സീതയെന്ന് വിളിച്ചിട്ടില്ല. പോകണ്ടേ? ഇരുട്ടി തുടങ്ങി. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു. പോകാൻ എനിക്ക് വയ്യ. ഈ രാവണനില്ലാതെ സീതാലക്ഷ്മിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ എനിക്ക് പറ്റില്ല. അവൻ്റെ ഉമിനീരിൻ്റെ തണുപ്പ്. അവൾ ഒന്ന് പുളഞ്ഞു പോയി. ഷോൾഡർ ഭാഗം കുറച്ച് താഴ്ന്നതും എഴുന്നേൽക്കാൻ ഒരുങ്ങി. സീത, നോ. അവനിൽ കിതപ്പാണ്. ലക്ഷ്മി പരവേശത്തോടെ അഫിയുടെ തുടയിൽ കൈയമർത്തി. ശരീരം തളർന്നു പോകുന്നു. ഷോൾഡറിലിരുന്ന സേഫ്റ്റി പിൻ ഊരി നിലത്തേക്ക് എറിഞ്ഞതും ലക്ഷ്മി അന്തിച്ചു പോയി. സാരി ഊർന്നു വീണു. അഭിമന്യു ദേഷ്യത്തിൽ വിളിച്ചു. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൻ കണ്ണുകൾ മുറുകെ അടച്ച് ബെഡിലേക്ക് മറിഞ്ഞു. കമിഴ്ന്നു കിടന്നു. അവൾ നിലത്ത് വീണ പിന്ന് തപ്പിയെടുത്തു. ലക്ഷ്മി, സോറി. സാരി നേരെ ഇടുമ്പോൾ അവനെ നോക്കി ചിരിക്കാനാണ് അവൾക്ക് തോന്നിയത്. പില്ലോയിൽ മുഖം അമർത്തി കിടക്കുന്നവനെ പ്രണയിക്കാൻ തോന്നുന്നു. ആ രാവണനോട് ഇഷ്ടം അത് ഓരോ സെക്കൻഡിലും കൂടുന്നു. നിമിഷങ്ങൾക്ക് ശേഷം അഫി എഴുന്നേറ്റു. അവളുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. പോവാണ്. ലക്ഷ്മിക്ക് സങ്കടം തോന്നി. അവൻ ആ മുഖം ഇരു കൈയിലും വാരിയെടുത്തു. പറ്റിപ്പോയതാ. എൻ്റെ മനസ്സ് പിടിച്ചിട്ട് നിന്നില്ല. ഈ സീതാലക്ഷ്മിയെ അടക്കി പിടിക്കാൻ തോന്നിപ്പോയി. ഈ നിമിഷം എൻ്റേത് മാത്രമാക്കാൻ മോഹിച്ചു. ഇനി ചെയ്യില്ല. അവളുടെ കൂർത്ത നോട്ടം. കൈ മുറുക്കി പിടിച്ചു. നിലത്ത് അമർത്തി ചവിട്ടുന്നു. അഭിക്ക് ചിരി വന്നു. എന്താ ചാൻസി റാണി, കൈ തരിക്കുന്നുണ്ടോ? രക്ഷിച്ചതല്ലേ ഞാൻ. അവൻ കുറുമ്പോടെ ചിരിക്കുന്നു. എന്നുവെച്ച് സാറിൻ്റെ കോപ്രായങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കാൻ പറ്റുമോ? ഓ അങ്ങനെ അല്ല. എൻ്റെ സീതപ്പെണ്ണിന് ഇഷ്ടമായില്ലേ? അഫിയോട് കള്ളം പറയരുത്. അവളിൽ ഒരു നാണം പൂത്തു. പെട്ടെന്ന് അത് മറഞ്ഞു. ഇഷ്ടമാവാതെ സീതാലക്ഷ്മി ഇങ്ങനെ ഇരിക്കില്ല. ഒരടിയെങ്കിലും തിരികെ തന്നേനെ. അവൾ പെട്ടെന്ന് അവൻ്റെ കവിളിലേക്കാണ് നോക്കിയത്. ഇനി അതോർത്ത് സങ്കടം വേണ്ട. ഞാൻ മറന്നു. പക്ഷേ ഒരു കാത്തിരിപ്പുണ്ട്. ലക്ഷ്മി ആകാംക്ഷയിലാണ്. അഫി പുഞ്ചിരിയോടെ അവളുടെ ഇരു തോളിലും കൈവച്ചു. ആർക്കു വേണ്ടിയാ കാത്തിരിക്കുന്നേ? പെട്ടെന്ന് ചോദ്യമെത്തി.
അവൻ്റെ കണ്ണുകൾ കൂർത്തു. തല താഴ്ത്തി അവളുടെ വലത് കവിളിൽ അമർത്തി ചുംബിച്ചു. നിമിഷങ്ങളോളം അവൻ്റെ ചുണ്ടുകൾ അവിടെ തന്നെ ചേർന്നിരുന്നു. അവൾ മിഴികൾ താഴ്ത്തി. അവൻ അകന്നു മാറി. നിന്റെ കൈ പതിഞ്ഞ എൻ്റെ കവിളിൽ ഒരു ചുംബനം, ഞാൻ തന്നതുപോലെ ഈ ചുണ്ടിൻ്റെ ചൂട്. അവളുടെ ചുണ്ടിൽ ഒന്ന് തഴുകി. ലക്ഷ്മിയുടെ കണ്ണുകളിൽ പ്രണയമെന്ന വികാരം നിറഞ്ഞു കവിയുന്നത് അഫിക്ക് കാണാം. ഇപ്പൊ തരാൻ ചെറിയൊരാഗ്രഹം തോന്നുന്നില്ലേ? ഏയ് ഇല്ല, ഞാൻ തരില്ല. അത് സാറിൻ്റെ വെറും മോഹം മാത്രമാണ്, അവൾ ഗൗരവത്തിൽ പറഞ്ഞു. ഓക്കെ, ലക്ഷ്മിയോട് ഇനി അഫി ആ സാധനം ചോദിക്കില്ല. പക്ഷേ അവളുടെ പീലികൾ നിറഞ്ഞ കണ്ണുകൾ വിടർന്നു. സീത ചുംബനം തുടങ്ങി വെച്ചാൽ നിർത്തില്ല. ആ രീതിയിൽ നിന്നെ മാറ്റും ഞാൻ. കാണാം, അവൾ വീറോടെ പറയുന്നുണ്ട്. കാണാൻ ഒന്നുമില്ലടി. ദേ അഭിമന്യു, അവൾ അവന് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്നു. അഫി ചുണ്ട് കടിച്ചു പിടിച്ച് ചിരി ഒതുക്കി. ഞാൻ പോട്ടെ, ഇടയ്ക്ക് വരാം. അവൾ തലകുലുക്കി. അവൻ അടുത്തേക്ക് വന്നു. അവളുടെ ചുണ്ടിലേക്ക് നോക്കി. പല്ല് നന്നായി ആഴ്ന്നു പോയി അല്ലേ? വേദനയുണ്ടോ? ഇല്ല. പിന്നെ നല്ല സുഖാണോ? ദഹിപ്പിക്കും പോലുള്ള അവളുടെ നോട്ടം. ഞാനും ഓഫീസിലേക്ക് വന്നോട്ടെ? അഫി പുഞ്ചിരിച്ചു. അവനെ പിരിയാനുള്ള അവളുടെ സങ്കടമാണ് ആ ചോദ്യത്തിന് പിന്നിലെന്നറിയാം. ലക്ഷ്മി നാട്ടിൽ പോയേക്കുവാണ്. 1 വീക്ക് ലീവ് മെയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ ആരവിനോട് പറഞ്ഞത്. അയ്യോ, 1 വീക്കോ? എൻ്റെ സാലറി കട്ടായി അല്ലേ? അവൻ അവളെ അതിശയത്തിൽ നോക്കി. നിത്യയില്ലാതെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇനി താമസിക്കുന്നത് ശരിയല്ല യാദവ്. അവൻ ഏത് നിമിഷവും വരാം. ഈ വീട്ടിൻ്റെ പടി നീ ഇറങ്ങുന്ന നിമിഷം മുതൽ അവൻ നിന്റെ പിന്നാലെ കാണും. എന്നെ തോൽപ്പിക്കാൻ യാദവ് ശ്രമിക്കും. എനിക്ക് വിജയിച്ചേ പറ്റൂ. അഭിമന്യുവിന് തോറ്റു ശീലമില്ല. അവൾ ഒന്നും മനസ്സിലാകാതെ കണ്ണും മിഴിച്ചു നിൽക്കുവാണ്. എന്ത് വിജയം? ഞാൻ പോയതിന് ശേഷം നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത്? അതൊക്കെയുണ്ട്, നീ ഇപ്പോൾ അറിയണ്ട. അവൻ പോക്കറ്റിലിരുന്ന ഫോൺ എടുത്തു. ഇന്ന് സാലറി ഡെബിറ്റ് ചെയ്യുന്ന ദിവസമാണ്. ലക്ഷ്മിയുടെ ഫസ്റ്റ് സാലറിയാണ്. എന്ത് ചെയ്യാനാ പ്ലാൻ? അത് വീട്ടിലേക്ക് അയക്കണം. എങ്ങനെ? ഫോൺ ഉണ്ടോ കയ്യിൽ? ഇല്ല. ഇവിടെ അടുത്ത് ബാങ്ക് ഉണ്ടാവില്ലേ? അവൾ ചോദിച്ചു. ഉണ്ട്, പക്ഷേ നീ ഈ വീട് വിട്ട് ഒറ്റയ്ക്ക് പോകണ്ട. അത് കരുണമാമയെ കൂട്ടിപ്പോയിക്കോളാം. വേണ്ട, പറഞ്ഞാൽ അനുസരിക്കണം ലക്ഷ്മി. അവൻ ദേഷ്യത്തിലാണ് പറഞ്ഞത്. നമ്പർ താ, ഞാൻ സെൻഡ് ചെയ്യാം. അവൾ ആലോചനയോടെ ഒരു നിമിഷം നിന്നു. എന്താ, ഇനി അതും അറിയില്ലേ? അറിയാം. നമ്പർ പറഞ്ഞു കൊടുത്തു. ആരാ ഈ സിദ്ധാർത്ഥ്? അഫി ചോദിച്ചു. എൻ്റെ അനിയനാ. അവൻ കുറുമ്പോടെ ഇരു കൈയും വെച്ചും അവളെ വരിഞ്ഞു മുറുക്കി. ലക്ഷ്മി നിന്ന് കുതറുന്നുണ്ട്. നീ ഇങ്ങനെ പിടയ്ക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അവൾ ഒന്നടങ്ങി. സിദ്ധാർത്ഥ് എന്തു ചെയ്യുന്നു ലക്ഷ്മി? ഡിഗ്രി 2nd ഇയർ. വീട്ടിലെ മറ്റുള്ളവരെ പറ്റി പറയും എന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവൾ അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ശരി, ഞാൻ പോട്ടെ ലക്ഷ്മി. കരുതലോടെ ചേർത്ത് പിടിക്കുന്നവനിൽ നിന്ന് അകന്നു മാറാൻ അവൾക്ക് കഴിയുന്നില്ല. പ്രണയത്തിൻ്റെ ലോലമായ ഭാവങ്ങൾ പേറിപ്പോകുന്നു ലക്ഷ്മിയുടെ ശരീരവും മനസ്സും. അവൻ പോയി. ഒന്ന് കരയാൻ അവൾക്ക് തോന്നി. രാത്രി ഉറക്കമില്ലാതെ കിടന്നു. പെണ്ണെന്നാൽ അവന് ഒരു ലഹരിയാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എന്താ കാരണം? സാറ് ഇടയ്ക്ക് പറയുന്നുണ്ട് പ്രണയിച്ചോട്ടെ എന്ന്. ഇനി? അവൾ വയറ്റിൽ കൈവച്ച് തഴുകി. കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു. ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ അവളുടെ അസാന്നിധ്യം ഒരു ശൂന്യതയായി തന്നെ അവന് തോന്നി. ഹായ് അഭി. അനുവാദം പോലും ചോദിക്കാതെ കയറി വരുന്ന ദിയെ രൂക്ഷമായി നോക്കി. ഒരു ഷിഫോൺ സാരിയാണ് അവളുടെ വേഷം. വയറ് ഭാഗം മൊത്തം ഇങ്ങ് കാണാം. അവന് മുന്നിൽ ടേബിളിൽ ചാരി അവൾ നിൽക്കുമ്പോൾ അഫി കണ്ണുകൾ അടച്ചു തുറന്നു. ശാന്തമായി ദിയെ നോക്കി പുഞ്ചിരിച്ചു. എന്താണ് ഇന്ന് നിനക്ക് ഒരു മാറ്റം? അത് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. സാരിയിൽ ഞാൻ സൂപ്പർ അല്ലേ? അവൾ ഒന്ന് ഞെളിഞ്ഞു നിന്നു. അവൻ ചെയറിൽ അമർന്നിരുന്ന് പല്ല് കടിച്ചു. സൂപ്പറാണോന്ന് ചോദിച്ചാൽ? അഫി വശ്യമായി ചിരിച്ചു. അവൾക്ക് നാണം വന്നു. ഇന്നൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ബർത്ത്ഡേ പാർട്ടി. അവൻ്റെ കണ്ണുകൾ കുറുകി. അവളുടെ കൈ അഫിയുടെ കവിളിൽ തൊടാനായി വന്നതും അവൻ കുനിഞ്ഞ് ടേബിളിൻ്റെ താഴത്തെ ഡ്രോയർ തുറന്നു. ഒരു ഫയൽ എടുത്ത് ദിയയ്ക്ക് നേരെ നീട്ടി. ഇത് ആരവിനെ ഏൽപ്പിച്ചേക്ക്. അവളത് വാങ്ങി. അഫി വരില്ലേ നമുക്ക്? അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. ഓഹ് താങ്ക് ഗോഡ്. ദിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി.
നിന്റെ PS പോയോ? ഇനി വരില്ലേ? അറിയില്ല, ലീവാണ്. എന്നാലും ആ പെണ്ണിനെ ചുമന്നുകൊണ്ട് ഈ മീറ്റിങ്ങിനൊക്കെ പോകുന്ന നിന്നെ സമ്മതിക്കണം. അവൻ കൈ രണ്ടും കൂട്ടി തിരുമി. എൻ്റെ ഈ സാരിക്ക് 8000 രൂപയായി. അവൾ ചുറ്റുന്ന സാരിക്ക് വെറും 400 രൂപയോ മറ്റോ ആണ്. കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നും. അഫി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് എഴുന്നേറ്റു. പക്ഷെ ദിയ, 400 രൂപയുടെ സാരി അവൾ ചുറ്റുമ്പോൾ കാണാൻ പാടില്ലാത്തതെല്ലാം മറഞ്ഞു കിടക്കുന്നു. 8000 രൂപയുടെ സാരിയിൽ മറയേണ്ട ഇടങ്ങൾ വെളിവായി കാണുന്നു. അതാണ് 8000ഉം 400ഉം തമ്മിലുള്ള വ്യത്യാസം. കാശിലൊന്നും ഒരു കാര്യമില്ല ദിയ. അത് ചുറ്റുന്ന രീതിയിലാണ് ആ സാരിയുടെ ഭംഗിയിരിക്കുന്നത്. അവൻ ചിരിയോടെ പറഞ്ഞു. ദിയ അഫിക്ക് അടുത്തേക്ക് ചേർന്ന് നിന്നു. നിനക്ക് വേണ്ടിയാ, അല്ലേലും മറയ്ക്കുന്നത് എന്തിനാ? വല്ലാത്ത ഭാവത്തിൽ ദിയ മുന്നിൽ. ശരിയാ, കുടുംബത്തിൽ പിറന്ന പെൺപിള്ളേര് മറച്ചു നടക്കുന്നു. അതുപോലെ എല്ലാവരും ചെയ്യൂ. ഇപ്രാവശ്യം അവൻ കുത്തി പറഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലായി. അതെന്താ, ഞാൻ കുടുംബത്തിൽ പിറന്നതല്ല എന്നാണോ നീ പറഞ്ഞു വന്നത്? നോ, നെവർ. അത് നീ സമയം പോലെ ഇരുന്ന് ചിന്തിക്കേണ്ടതാ. അവളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഭാവം മറച്ചു പിടിച്ച് വശ്യമായി ചിരിച്ചു. നീ വരില്ലേ? ഞാൻ റൂം ബുക്ക് ചെയ്തു. വരാം, വരാതിരിക്കാൻ എനിക്ക് പറ്റൂ? സന്തോഷത്തിൽ പുറത്തേക്ക് പോകുന്നവളെ നോക്കി ടേബിളിൽ ആഞ്ഞടിച്ചു. നിനക്ക് ഒരു പണി ഞാൻ തരും. തരാതെങ്ങനാ? ഫോൺ ചെവിയോട് ചേർത്തു. ദാവീദ്, ഞാൻ പറഞ്ഞത് സെറ്റല്ലേ? അവൻ പറയുന്നത് കേട്ട് അഫി ഊറി ചിരിച്ചു. ഇത് വേണോ സാർ? വേണം. സാറിൻ്റെ ഇമേജിന് ദോഷം വരില്ലേ? ഇല്ല, ഇത് അഭിമന്യുവാണ്. ഞാൻ അവിടെ നിന്ന് കളി തുടങ്ങും. അവൻ്റെ കുടിലത നിറഞ്ഞ മുഖം. മോനെ, കാലിന് നല്ല നീരുണ്ട്. ഈ തൈലത്തിലും കുഴമ്പിലൊന്നും നിൽക്കില്ല. നാളെ ലീവ് എടുത്ത് ആശുപത്രിയിൽ പോകാൻ നോക്ക്. മാധവന് അരികിൽ ചേർന്നിരുന്ന് ദേവകിയമ്മ പറഞ്ഞു. എൻ്റെ അമ്മ, ഇന്ന് 4 മണിക്ക് ലീവ് ചോദിച്ചതിന് മാനേജറുടെ നോട്ടം കാണേണ്ടതായിരുന്നു. ഒരു ദിവസം പോയില്ലേൽ പിറ്റേന്ന് മുതൽ എൻ്റെ ജോലിയിൽ അടുത്ത ആൾ കയറും. അച്ഛാ, സിദ്ധു ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടോടി. എന്താ മക്കളെ? അച്ചമ്മയും മാധവനും പേടിയോടെ ഉമ്മറ തിണ്ണയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ദേ ഇത് നോക്കിയേ. അവൻ ഫോൺ അച്ഛന് നേരെ നീട്ടി. എൻ്റെ കണ്ണിൽ ഈ എഴുത്തൊന്നും പറ്റില്ല. നീ എന്താ കാര്യമൊന്ന് പറയ്. മനുഷ്യനെ ഫോൺ കാട്ടി പേടിപ്പിക്കാതെ. അച്ഛാ, ചേച്ചി എൻ്റെ അക്കൗണ്ടിലേക്ക് സാലറി ഇട്ട് തന്നു. ഓഹ്, അതാണോ? നിന്റെ വിളി കേട്ട് നെഞ്ച് കത്തിപ്പോയി. അച്ചമ്മ അവനെ ദേഷ്യത്തിൽ നോക്കി. എൻ്റെ അച്ചമ്മേ, 30,000 രൂപയല്ലേ ചേച്ചി പറഞ്ഞത്? ഇത് 50,000 ഉണ്ട്. PS-ന് ഇത്രയൊക്കെ സാലറി കിട്ടുമോ? മാധവൻ്റെ നെഞ്ച് ഒന്നാളി. യാദവ് പറഞ്ഞതാണ് മനസ്സിൽ. ഇല്ല, എൻ്റെ കുട്ടി മോശമായി ഒന്നും ചെയ്യില്ല. രാത്രി ചേച്ചി വിളിക്കുന്ന പതിവുള്ളതാ. അപ്പോൾ ചോദിക്കണം. മോൻ എന്തായാലും ഇപ്പോൾ ഒന്ന് വിളിച്ചു നോക്ക്. ആ അച്ഛൻ്റെ വെപ്രാളം മാറുന്നില്ല. മകളെ വിശ്വാസമാണ്. പക്ഷേ പ്രാരാബ്ധങ്ങളേറുമ്പോൾ മനസ്സ് ഏതുവഴി ചിന്തിക്കും എന്ന് പറയാൻ പറ്റില്ല. ചേച്ചി, അവൻ്റെ സന്തോഷം നിറഞ്ഞ വിളി. എന്താ സിദ്ധൂട്ടാ, വലിയ ഇളക്കത്തിലാണല്ലോ ചെക്കൻ. എന്താ വിശേഷം? അത് മാധവൻ ഫോൺ പിടിച്ചു വാങ്ങി. മോളെ, അച്ഛനും ഉണ്ടോ? ഇന്ന് 6 മണിക്ക് മുന്നേ എത്തിയോ? ആ, കാലിന് ചെറിയൊരു വേദന. അതുകൊണ്ട് മാനേജരോട് പറഞ്ഞിട്ട് ഇറങ്ങി. വേദന മാത്രമല്ല, നീരും ഉണ്ടല്ലേ. എന്നാലേ നാളെ മുതൽ ആ ജോലിക്ക് പോകണ്ട. സാലറി ഇന്നോ നാളെയോ സിദ്ധൂട്ടൻ്റെ അക്കൗണ്ടിൽ വരും. അപ്പോൾ മോളല്ലേ ഇപ്പോൾ കാശ് അയച്ചത്? അവൾ ഒന്ന് മൗനമായി. ലച്ചുമ, അയാൾ വെപ്രാളത്തിൽ വിളിച്ചു. ആ അച്ഛാ, ഞാനാ അയച്ചത്. എനിക്ക് ഫോൺ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലല്ലോ. ബാങ്കിൽ ചെന്നപ്പോൾ കാശെത്താൻ 24 hours എടുക്കും എന്ന് പറഞ്ഞു. അതാ നാളെ വരുമെന്ന് പറഞ്ഞത്. ഓ, എന്തിനാ മോളെ ആ പൈസ മൊത്തം ഇങ്ങ് അയച്ചത്? നിന്റെ കൈ ചിലവിന് എന്തേലും വേണ്ടേ? നിത്യയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയതും കൊടുക്കണ്ടേ? അത് ഞാൻ കൊടുത്തതാ അച്ഛാ. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് 50,000-ൽ കൂടുതൽ സാലറി ഉണ്ടോ? സിദ്ധു ഉറക്കെ ചോദിച്ചു. അവൾ ഞെട്ടിത്തരിച്ച് നിന്നുപോയി. അല്ല, ദേ 50,000 രൂപയാ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ വന്നത്. സാറ് അയച്ചതാണ്. ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല. എന്തു പറയും? അവൾ ഫോണും പിടിച്ചു നിന്നു. ഓവർ ടൈം ഒന്നും വേണ്ട ചേച്ചി. ശരീരം ശ്രദ്ധിക്കണം. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണ്ട. സിദ്ധു പറഞ്ഞതും അവൾക്ക് ഒരാശ്വാസം തോന്നി. ഇനി മുതൽ ഓവർ ടൈം കട്ട് ചെയ്യാം. അടുത്ത മാസം മുതൽ 30,000 രൂപയേ വരൂ. മതിയോ?
ആ മതി, വിശേഷങ്ങൾ പറഞ്ഞു നിന്നു. ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ അച്ഛാ, നാളെ മുതൽ ജോലിക്ക് പോകണ്ടാന്ന്. അത് ശരിയാവില്ല മോനെ. മോൾ അയക്കുന്ന കാശിൽ നിന്ന് നിനക്ക് ഗുളികയ്ക്കുള്ള കാശ് മാത്രം എടുക്കാം, ബാക്കി അവിടെ കിടക്കട്ടെ. 300 രൂപ കിട്ടുന്നത് ദിവസ ചിലവിനെടുക്കാം, മോൾ അറിയണ്ട. ഒളിപ്പിച്ചു വച്ചോ, ഒരു ദിവസം അന്നത്തെ പോലെ പിടിക്കപ്പെടും, സിദ്ധു പറഞ്ഞു. അഫി വരില്ലേ? വരും. ഇന്ന് എൻ്റെ സൗന്ദര്യത്തിൽ അവൻ മയങ്ങിപ്പോയിട്ടുണ്ട്. റോസ് പെറ്റൽസ് കൊണ്ട് അലങ്കരിച്ച ബെഡിൽ നോക്കി ദിയ ചിരിച്ചു. ചേച്ചി അറിഞ്ഞാൽ കൊല്ലും. പറഞ്ഞതുപോലെ മീഡിയ എത്തും. TV-യിൽ മൊത്തം ഞാനും അഫിയും. പിന്നെ ചേച്ചിയെല്ലാം അറിയും. ആ വീട്ടിൽ ദിയയാവും മരുമകളായി കയറി ചെല്ലുന്നത്. അവൻ്റെ ആ സൗന്ദര്യം എത്ര നാളത്തെ മോഹമാ, ഒപ്പം പ്രതികാരവും. ഡോറിൽ ആരോ തട്ടി. അഫി അവൾ ഓടിച്ചെന്ന് കണ്ണാടിയിൽ നോക്കി. സാരി കുറച്ച് താഴ്ത്തിയിട്ടു. ഇങ്ങനെ മതി. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന രൂപം കണ്ട് അവൻ കോരി തരിച്ചുപോയി. ബേബി പിങ്ക് കളർ ട്രാൻസ്പാരൻ്റ് സാരിയും സ്ലീവ്ലെസ് ബ്ലൗസുമാണ് വേഷം. മാറിടുക്ക് വരെ ഇങ്ങ് വെളിവായി കാണാം. അവൻ്റെ കണ്ണിൽ നിർവചിക്കാൻ കഴിയാത്ത ഒരു വികാരം. രക്തയോട്ടം വർദ്ധിക്കുന്നു. പെട്ടെന്ന് അവൻ അകത്തേക്ക് ഇടിച്ചു കയറി. ഡോർ ലോക്ക് വീണു. അഫിമോൻ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അത്രയും കാശ് അയച്ചതാവും. എന്നാലും അത് വേണ്ടിയിരുന്നില്ല മാമേ. പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസായി TV-യിൽ വരുന്ന ചിത്രങ്ങൾ. ലക്ഷ്മി വെപ്രാളത്തോടെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ദിയ, അവൾ വിറയ്ക്കുന്നുണ്ട്.